ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്ക് അഡാപ്റ്റ് ആവാതെ പോകുന്ന എഞ്ചിനീയേഴ്സിന് തൊഴിൽ നഷ്ടമാകുക തന്നെ ചെയ്യും. അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, ഈ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഫ്യൂച്ചർ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരുപാട് തരത്തിലുള്ള കമൻറ്റുകൾ. എൻട്രി ലെവൽ എംപ്ലോയ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കുന്നുണ്ട്? AI കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ ഒരുപാട് തരത്തിലുള്ള ജോലി നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സിനാണ് അവരുടെ ജോലി നഷ്ടപ്പെടുത്തിയത് എന്ന് വേണമെങ്കിൽ ചിലരൊക്കെ പറയാറുണ്ട് അല്ലേ. അതൊരു റിയാലിറ്റി ആണെങ്കിൽ പോലും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സിനെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ എഞ്ചിനീയറിംഗ് മേഖലകൾ തുറന്നെടുക്കാൻ സാധിക്കുക. ഈ AI കടന്നുവരവ് കാരണം ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന ഒരു മേഖലയാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും മികച്ച ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുക, നിങ്ങൾ അതിലേക്ക് ഇംപ്രൂവൈസ് ചെയ്യുക, നിങ്ങൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മികച്ച സാലറിയിൽ തന്നെ ഒരു ജോലി നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങുന്ന ജോലിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. 4 വർഷത്തെ BTech കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരാൾ ഒരിക്കലും ഒരു എഞ്ചിനീയർ ആയിട്ട് മാറുന്നില്ല. എന്നാൽ 5 വർഷം കൊണ്ട് MBBS കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരാൾ ഒരു ഡോക്ടറായിട്ട് മാറുന്നുണ്ട്. എന്താ ഞാൻ ഈ പറഞ്ഞതിൽ ഒരു വ്യത്യാസം നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. അതായത് 5 വർഷത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അതിൽ 4 വർഷത്തെ അക്കാഡമിക്കും അതേപോലെ തന്നെ 1 വർഷത്തെ ഇന്റേൺഷിപ്പ് അഥവാ അല്ലെങ്കിൽ ഒരു ഹൗസ് സർജനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ MBBS കഴിഞ്ഞ് 5 വർഷം കൊണ്ട് ഒരാൾ ഒരു പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡോക്ടറായിട്ട് മാറുന്നത്. എന്നാൽ നമ്മൾ എഞ്ചിനീയേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് പഠന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അവരൊരു എഞ്ചിനീയർ ആയിട്ട് മാറുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒരു എഞ്ചിനീയർ അഥവാ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ള ഒരു ബെറ്റർ എഞ്ചിനീയർ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആയിരിക്കും അവരെ ആ ഒരു മേഖലയിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, ഈ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഫ്യൂച്ചർ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരുപാട് തരത്തിലുള്ള കമൻറ്റുകൾ. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു കമൻറ്റാണ്, അതായത് ബാംഗ്ലൂരിൽ 50,000-ലധികം ആളുകൾക്ക് ടെക്കികൾക്ക് ജോലി നഷ്ടപ്പെടുകയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയർ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് കമ്പനികൾ TCS ഒഴികെയുള്ള മറ്റെല്ലാ കമ്പനികളിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്, അവിടെ എംപ്ലോയീസിൻ്റെ നമ്പർ കൗണ്ട് കുറഞ്ഞിട്ടുള്ളതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനർത്ഥം എഞ്ചിനീയേഴ്സിൻ്റെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആശങ്ക എഞ്ചിനീയേഴ്സിൻ്റെ ഇടയിൽ വളരെ വ്യാപകമായിട്ട് വന്നിരിക്കുന്നത്. അതൊന്ന് റെക്ടിഫൈ ചെയ്യണം, അതൊന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ മേഖലകളായിട്ട് തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ്, അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു 50,000-ലധികം ആളുകൾക്കാണ് ഇപ്പോൾ ബാംഗ്ലൂർ എന്ത് ചെയ്തിട്ടുള്ളത്, ജോലി നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കാണ് ജോലി നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ജോലി ലഭിക്കാതെ പോകുന്നത് എന്നുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് AI എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഒരു എൻട്രി ലെവൽ എംപ്ലോയ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കുന്നുണ്ട്? AI കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ ഒരുപാട് തരത്തിലുള്ള ജോലി നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളുകൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മാറിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള AI ടെക്നോളജികൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിൽ സെറ്റ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക. സോ ഒരു AI എൻഹാൻസ്ഡ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ലെവലായിരിക്കും. ഒരു AI ട്രെയിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള AI പ്ലാറ്റ്ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അത് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറെ കൊണ്ട് മാത്രമേ അത് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സിനാണ് അവരുടെ ജോലി നഷ്ടപ്പെടുത്തിയത് എന്ന് വേണമെങ്കിൽ ചിലരൊക്കെ പറയാറുണ്ട് അല്ലേ. അതൊരു റിയാലിറ്റി ആണെങ്കിൽ പോലും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സിനെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ എഞ്ചിനീയറിംഗ് മേഖലകൾ തുറന്നെടുക്കാൻ സാധിക്കുക. അപ്പോൾ ഒരിക്കലും ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറുടെ ജോലി നഷ്ടമാവുകയല്ല, പക്ഷേ ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്ക് അഡാപ്റ്റ് ആവാതെ പോകുന്ന എഞ്ചിനീയേഴ്സിന് തൊഴിൽ നഷ്ടമാകുക തന്നെ ചെയ്യും. നിങ്ങൾ ആ ഒരു മേഖലയിൽ വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ് ഓരോ ദിവസവും അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ടെക്നോളജിയുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് മറ്റ് ബ്രാഞ്ചസുകളിലേക്ക് പോകാം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇലക്ട്രോണിക്സുകാരും പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തൊഴിലവസരങ്ങൾ നഷ്ടമാവുന്നുണ്ടോ? ഇല്ല എന്നാണ് അതിന് ആൻസർ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ AI കടന്നുവരവ് കാരണം ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന ഒരു മേഖലയാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ AI എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി ഏറ്റവും വ്യാപകമായിട്ട് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ചിപ്പുകൾക്ക് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതായത് ഇലക്ട്രോണിക് ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനികൾ വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ പല കമ്പനികൾ NVIDIA, അതേപോലെ തന്നെ ക്വാൽകോം, ഇന്റൽ പോലുള്ള ഒരുപാട് കമ്പനികളാണ് ഇപ്പോൾ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് ഒരുപാട് മറ്റു പ്ലേയേഴ്സും ഇപ്പോൾ റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അദാനി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ചിപ്പ് മാനുഫാക്ചറിങ്, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് കമ്പനികൾ ഈ വരും വർഷങ്ങളിൽ, കാരണം വരും വർഷങ്ങളിലാണ് AI കടന്നുവരവ് ഏറ്റവും വ്യാപകമായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനികൾ ഒരുപാട് വരുന്നതോടുകൂടി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്
എഞ്ചിനീയേഴ്സിനും വലിയ അവസരങ്ങളാണ് വരാൻ പോകുന്നത്. സോ ഈ അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഈ മേഖലയിലെ ടെക്നോളജി കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ എന്ന് പറയുന്നത് കടലാസിൽ മാത്രമല്ല, നമ്മൾ ആ ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ് ടെക്നോളജികൾ അഡാപ്റ്റ് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും വലിയ അവസരങ്ങളാണ് നിലനിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇനി ഞാൻ അടുത്തൊരു ബ്രാഞ്ചിലേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ ഒരു AI കാലഘട്ടം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് വലിയൊരു റെവല്യൂഷനാണ് വെഹിക്കിൾ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് IC എഞ്ചിൻ, പരമ്പരാഗതമായിട്ടുള്ള ഡീസൽ പെട്രോൾ വെഹിക്കിളിൽ നിന്ന് ഒരു മാറ്റമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇലക്ട്രിക് വെഹിക്കിളിലേക്കുള്ള ഒരു മാറ്റം. ഒരു പക്ഷേ അടുത്തൊരു 10-20 വർഷങ്ങൾ കൊണ്ട് IC എഞ്ചിൻസ് അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ വലിയ തോതിൽ കുറച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു വലിയ ആധിക്യം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു റെവല്യൂഷൻ സംഭവിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ആളുകൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് തന്നെയായിരിക്കും. അത് എവിടെയെല്ലാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ബാറ്ററിയുടെ കാര്യത്തിൽ, ബാറ്ററി ടെക്നോളജികൾ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യത്തിൽ, അതേപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിൽ, ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള അനുഭവം ഉപഭോക്താക്കൾക്ക് നൽകുന്ന കാര്യത്തിലെല്ലാം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് കൃത്യമായിട്ടുള്ള റോൾ വഹിക്കാൻ പറ്റും. അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം IC എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ പെട്രോൾ വെഹിക്കിൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുണ്ടാകും പക്ഷേ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ അവർക്കും ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൽ കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഇലക്ട്രിക് വെഹിക്കിൾ ബൂം മാത്രമല്ല, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോബോട്ടിക്സ് ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങളിലെല്ലാം ഈ ഒരു പുതിയ തരത്തിലുള്ള ടെക്നോളജിയിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും എല്ലാം തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ കൺവെൻഷണൽ രീതികളിൽ നിങ്ങൾ നിലനിന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരങ്ങൾ നേടിയെടുക്കുക വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഏറ്റവും മികച്ച ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുക, നിങ്ങൾ അതിലേക്ക് ഇംപ്രൂവൈസ് ചെയ്യുക, നിങ്ങൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മികച്ച സാലറിയിൽ തന്നെ ഒരു ജോലി നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങുന്ന ജോലിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജോലി ആർക്കാണ്? വളരെ ചുരുങ്ങിയ ശമ്പളം മാത്രം വാങ്ങിക്കൊണ്ടിരിക്കുന്ന എൻട്രി ലെവൽ അല്ലെങ്കിൽ ഫ്രഷേഴ്സിൻ്റെ തൊഴിലവസരങ്ങൾ മാത്രമാണ് നഷ്ടമാകുന്നത്. ഇനി ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. നിങ്ങളുടെ സ്കിൽ സെറ്റ് അപ്ഡേറ്റ് ചെയ്യുക. അതിന് ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ ഭാവിയിൽ ജോലി നഷ്ടപ്പെടുന്നു എന്നുള്ള പേടി ഇനി വേണ്ട. അപ്പോൾ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്